നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നിരിക്കുകയാണ്. രോഗബാധിതരായവരുടെ എണ്ണം 480 ഉയർന്നു. സമൂഹ വ്യാപനം സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകളും അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകി. സ്പോട്ട്, എയർപോർട്ട്, റെയിൽപോർട്ട് ഉൾപ്പെടെ 107 ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകളും അടയ്ക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം എന്നത്. 23 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് അർദ്ധരാത്രി മുതൽ ആഭ്യന്തര വിമാന സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കുന്നതായിരിക്കും. വിദേശത്തേക്കുള്ള സർവീസുകൾ നേരത്തെ നിർത്തിവെച്ചിരുന്നു. മലേഷ്യയിൽ നിന്ന് 104 പേരെയും ഇറാനിൽ നിന്ന് 600 പേരെയും തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഇവരെ കരുതൽ സംരക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദില്ലിയിൽ ഇന്ന് പകുതി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുക. ഒപ്പം കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കൊറോണ സ്ഥിരീകരിച്ച കൂടുതൽ കേസുകളും പ്രവാസ ലോകത്ത് നിന്നെത്തിയവരിൽ നിന്നാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കർശന ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിപ്പോരുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 93 കൊറോണ ബാധിതർ ഉണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ മാത്രം 28 പേർക്ക് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് പുലർച്ചെ 2 പേർക്കും സ്ഥിരീകരിച്ചു. അതിൽ 25 പേർ ദുബായിൽ നിന്നെത്തിയവരാണ്. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ 6 ജില്ലകളിൽ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കടുത്ത നിയന്ത്രണങ്ങളുള്ള കാസർഗോഡിന് പുറമെ കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം എന്നീ ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഒപ്പം പത്തനംതിട്ടയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് കളക്ടർ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നവർ നിയമം ലംഘിച്ച് കറങ്ങി നടന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അറസ്റ്റും പിഴയും അടക്കമുള്ള കർശന നടപടികളാണ് നിയമലംഘകരെ കാത്തിരിക്കുന്നത്. നിരീക്ഷണത്തിൽ കഴിയുന്നവർ നിയന്ത്രണം ലംഘിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ മൊബൈൽ കമ്പനികളുടെയും സഹായം തേടിയിട്ടുണ്ട്. ടവർ ലൊക്കേഷൻ മാറുന്നുണ്ടോ എന്ന് നോക്കി നടപടിയും സ്വീകരിക്കുന്നതായിരിക്കും. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വിവരം അയൽക്കാരെയും അറിയിക്കും. ആരോഗ്യവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടാനുള്ള നമ്പരും നൽകുന്നതായിരിക്കും. രോഗവ്യാപനത്തിനെതിരെ കർശന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോൾ അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരും പിന്തുടരുന്നതെന്നും പിണറായി വിജയൻ പറയുകയും ചെയ്തു. ലോക്ക്ഡൌൺ നടപടികൾ ഇങ്ങനെയാണ്. നിരീക്ഷണത്തിലുള്ളവർ നിർബന്ധമായും വീട്ടിൽ നിരീക്ഷണ നിർദ്ദേശം ലംഘിച്ചാൽ അറസ്റ്റും പിഴയും. ആൾക്കൂട്ടങ്ങളെ അനുവദിക്കില്ല. വേണ്ടി വന്നാൽ 144 പ്രഖ്യാപിക്കും. വിദേശത്ത് നിന്ന് വരുന്നവർ അധികൃതരെ അറിയിക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രത്യേക ക്യാമ്പുകൾ സ്വീകരിക്കണം. എല്ലാ ജില്ലകളിലും കോവിഡ് ചികിത്സയ്ക്ക് പ്രത്യേകം ആശുപത്രി ഉണ്ടായിരിക്കും. വിമാനത്താവളത്തിൽ ഇറങ്ങുന്നവർക്ക് ഐസൊലേഷൻ സെന്ററുകൾ സജ്ജമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.